മൂന്നാറിലെ എസ്റ്റേറ്റ് മേഖലകളിൽ വീണ്ടും പടയപ്പ. സൈലന്റ് വാലി എസ്റ്റേറ്റിലാണ് കാട്ടുകൊമ്പൻ ഉള്ളത്. മേഖലയിൽ കാട്ടാന വ്യാപകമായി കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. തേയിലത്തോട്ടങ്ങളിൽ കാട്ടാന നിലയുറപ്പിച്ചതിനാൽ തൊഴിലാളികൾക്ക് ജോലിക്കിറങ്ങാനും കഴിയുന്നില്ല. ഇതുകൂടാതെ മൂന്നാറിലെ തോട്ടം മേഖലയിൽ വീണ്ടും കടുവയുടെ ആക്രമണവും ഉണ്ടായി. സൈലന്റ് വാലി 1-ാം ഡിവിഷനിൽ പശുവിനെ കടുവ കൊന്നു. இந்த தொழிலாளிகளுக்கு 2 வருமானம் தான். ஒன்று மாடு, இன்னொன்று எஸ்டேட் வேலை. இப்போ எஸ்டேட் வேலைக்கு போறதுக்கும் பயப்படுறாங்க, மாடை வளர்க்கறதுக்கும் பயப்படுறாங்க. இப்போ சைல்டு வேலை இன்னைக்கு காலையில் பார்த்தீங்கன்னா உமா பிரபு அவங்களுடைய மாடை வந்து புலி அடிச்சு போட்டுருச்சு. அவங்கெல்லாம் இந்த மாடை வச்சு தான் புள்ளியை படிக்க வச்சு இப்போ கூட கல்யாணத்துக்கு பணம் பார்க்கறதுக்கு அந்த மாடை வச்சு தான் அவங்க ரெடி பண்ணிட்டு இருந்தாங்க. ஸோ இந்த மாதிரி ஒரு அவலமான ஒரு கேவலமான நிலை மூணாரில் உருவாக்கிட்டு இருக்கு. இதை பற்றி யாரும் எந்த அரசு ஒரு முடிவு எடுக்கிறது இல்லை. இதை உடனடியாக மக்களுக்கு தேவையான இந்த புலியை கூண்டு வச்சு பிடிச்சி இந்த கடுவாவெல்லாம் இங்கிருந்து மாற்றணும். അതുപോലെ സൈലന്റ് വെല്ലി 26 നാളാச்சு. സുബിൻ തോമസ് വിശദാംശങ്ങൾ നൽകും. സുബിനി, പടയപ്പ ഇപ്പോഴും തേയിലത്തോട്ടത്തിനകത്ത് തന്നെ ഉണ്ടോ? തൊഴിലാളികൾ പ്രതിസന്ധിയിലാണോ? ഒപ്പം ഈ കടുവയുടെ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടതും മരണപ്പെട്ടതായി കാണാൻ സാധിക്കുന്നു. മറ്റു വിശദാംശങ്ങൾ എന്താണ്? വലിയ ഒരു ബുദ്ധിമുട്ടിലാണ് എന്തായാലും ഈ സൈലന്റ് വാലി മേഖല ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സൈഡിൽ കാട്ടാനയും മറു സൈഡിൽ കടുവയും എല്ലാം ഈ ജിബിളി മേഖലയിലെ ജനജീവിതത്തെ ആകെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. നിലവിൽ ഈ പടയപ്പ വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷ മേഖലയിൽ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ സൈലന്റ് വാലി എസ്റ്റേറ്റിലെ 1-2 ഡിവിഷനുകളിലാണ് നിലവിൽ കഴിഞ്ഞ 2 ആഴ്ചയായി പടയപ്പ ചുറ്റിത്തിരിയുന്നത്. ഈ കാനയെ വനത്തിനുള്ളിലേക്ക് തുരത്താൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ആന തിരികെ കയറി പോകാൻ കൂട്ടാക്കാത്ത ഒരു സാഹചര്യമാണ്. വനംവകുപ്പ് കൃത്യമായി ഇടപെടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം നിലവിൽ ഉയരുന്നുണ്ട്. അതായത് 24 മണിക്കൂർ ആനയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. പക്ഷെ അവരുടെ സേവനം കൃത്യമായി ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാന പരാതിയായി ഉയരുന്നത്. നിലവിൽ തൊഴിലാളികൾക്ക് ഈ തേയിലത്തോട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും ആന എത്താമെന്നുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് തൊഴിലാളികൾക്ക് തോട്ടത്തിൽ ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. രാത്രികാലങ്ങളിൽ വ്യക്തമാണ് സുബിൻ. എന്തായാലും തേയിലത്തോട്ടത്തിലും മറ്റും ഈ കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ്. മൂന്നാർ ഡിവിഷനിലൊക്കെയാണ് ഈ പ്രശ്നം വളരെ രൂക്ഷമാകുന്നത്. ഇത് കൂടാതെ അതേ മേഖലയിൽ തന്നെ കടുവയുടെ ആക്രമണത്തിൽ പശു മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. സുബിൻ തോമസ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.